ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ധാരാളം പേര് നമ്മളെ ചാനലായിട്ടും ചാനലിലെ കമൻറ്റ് ബോക്സിലായിട്ടും അതുപോലെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് വന്നിരുന്നു. പ്രോട്ടോടൈപ്പിൻ്റെ ഫീസിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ ചോദിച്ചിട്ട്. അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൻ്റെ റീസ്ട്രക്ചർ ചെയ്ത കോഴ്സ് ഉണ്ടല്ലോ, 7 മന്തിൻ്റെ കോഴ്സ് ഇപ്പോൾ പാടെ ഇല്ലാതാക്കിയിട്ട് പുതിയ 1 ഇയർ കോഴ്സ് ആക്കിയിട്ട് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് എല്ലാ കോഴ്സും പ്രോട്ടോടൈപ്പിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ ഫീസിനെ കുറിച്ചും അതുപോലെ പുതിയ ഫീസിനെ കുറിച്ചൊക്കെ ധാരാളം പേര് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ഫീസിനെ കുറിച്ച്, പുതിയ റീസ്ട്രക്ചർ ചെയ്ത കോഴ്സിനെ കുറിച്ച്, പഴയ കോഴ്സും ഈ കോഴ്സും തമ്മിലൊരു കമ്പാരിസണ്, അതുപോലെ പ്രോട്ടോടൈപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്താൽ വർത്താണോ, ഇത്രയും ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കുന്നത് വർത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാനല്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതുവരെ ആർക്കും ആ 7 മന്ത് കോഴ്സ് മാറ്റിയിട്ട് ഇപ്പോൾ ഫുള്ള് 1 ഇയർ കോഴ്സാക്കി മാറ്റിയ കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ബ്രീഫായിട്ട് സംസാരിച്ച് പോകാം. അപ്പോൾ ആദ്യം 7 മന്ത് കോഴ്സിനെ കുറിച്ച്, അതായത് ഞാനൊക്കെ ഉൾപ്പെടുന്ന 7 മന്ത് കോഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫീസിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഫീസ് മൊത്തം വന്നിരുന്നത് 1.5 lakh പ്ലസ് GST ആയിരുന്നു ഈ ഒരു 7 മന്ത് കോഴ്സിന് വന്നിരുന്നത്. ഇതിൽ നമുക്ക് PAP അവൈലബിൾ ആയിരുന്നു, EMI ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. PAP എന്ന് പറഞ്ഞാൽ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്, അതായത് നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം ഗഡുഗഡു ആയതുകൊണ്ട് പൈസ അടച്ചാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി സംസാരിക്കുന്നില്ല, കാരണം ഈ ഒരു പുതിയ കോഴ്സ് റീസ്ട്രക്ചറിൽ PAP ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, PAP ഒന്നും ഇല്ല. പിന്നെ 7 മന്ത് കോഴ്സിനെ കുറിച്ച് പിന്നെ പറയാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, 7 മാസത്തെ കോഴ്സ്, അതായത് 28 വീക്സ് 28 വീക്സ് ആയിരുന്നു ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 12 വീക്ക് ബാക്ക് വരെ കിട്ടും. അതായത് ഓരോ വീക്കിലും നമുക്ക് വീക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ 12 വീക്ക് ബാക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ടോട്ടൽ 10 മന്ത്സ് ആയിരുന്നു ഈ ഒരു കോഴ്സിൻ്റെ ആകെ മൊത്തമുള്ള ഒരു ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ബാക്സിനെ കുറിച്ചും ഈ വീക്സിനെ കുറിച്ചൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി പ്രോട്ടോടൈപ്പിൻ്റെ വീക്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, വീക്സിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഏകദേശം 5 വീക്സ് വരെ നമ്മൾ ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മേ ബി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 6 വീക്കിന് ശേഷമായിരിക്കും. അപ്പോൾ 6th വീക്ക് വരെയുള്ളൊരു വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. എല്ലാവരും ആ വീഡിയോസ് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോട്ടോടൈപ്പിലുള്ള വീക്സിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 7 മന്ത് കോഴ്സിനെ കുറിച്ച് പിന്നീട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 7 മന്ത് കോഴ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള മേൺ സ്റ്റാക്ക്, ഞാൻ മേൺ സ്റ്റാക്ക് ആയതുകൊണ്ടാണ് ഞാൻ മേൺ സ്റ്റാക്കിനെ കുറിച്ച് പറയുന്നത്. ഞാനിപ്പോൾ ഇതിൽ പൈത്തണും അതുപോലെ ഫ്ലട്ടർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രീഫായി പറഞ്ഞു പോകാം. അപ്പോൾ മേണിലും പൈത്തണിലും ഫ്ലട്ടറിലൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് പ്രൊജക്റ്റിലോട്ട് കിടക്കുകയായിരിക്കും. ഇപ്പോൾ മേണിലൊക്കെ ആണെന്ന് നിങ്ങൾക്ക് നേരെ റിയാക്ട് എടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് റിയാക്ട് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊജക്റ്റിന് മുമ്പ് റിയാക്ട് എടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാനങ്ങനെ റിയാക്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ നേരെ ഫസ്റ്റ് പ്രൊജക്റ്റിലോട്ട് കടക്കാൻ തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ നേരെ ഫസ്റ്റ് പ്രൊജക്റ്റ്, അതിനുശേഷം DSA ഉണ്ടാവും, അതിനുശേഷം ടൈപ്പ് സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിനുശേഷം റിയാക്ട് 3 വീക്ക് റിയാക്ട് ഉണ്ടാവും. പിന്നെ ആയിരിക്കും സെക്കൻഡ് പ്രൊജക്റ്റ് തുടങ്ങുക. അങ്ങനെ സെക്കൻഡ് പ്രൊജക്റ്റ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആയിരിക്കും ഒരു ഫുൾ ഡൊമൈൻ വീക്ക് ഉണ്ടാവുക. കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. പിന്നെ നേരെ TOI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് ഉണ്ടാവുക. ഈ ഒരു 7 മന്ത് കോഴ്സിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് 2 പ്രൊജക്റ്റ് ഉണ്ടാവും, ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റും പിന്നെ ഒന്ന് നമ്മുടെ സെൽഫായിട്ട് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റ്, ഇങ്ങനത്തെ 2 പ്രൊജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് ഫ്ലട്ടറാർക്കും സെയിം ആണ്, അതുപോലെ പൈത്തൺകാർക്കൊക്കെ സെയിം ആണ്, 2 പ്രൊജക്റ്റ് ഉണ്ടാവുക. ഫ്ലട്ടറാർക്ക് ഞങ്ങൾക്ക് ഇ-കൊമേഴ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് വല്ല ഫുഡ് ഡെലിവറി ആപ്പ് അങ്ങനത്തെ ആപ്സ് എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു 7 മന്ത് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഈ 7 മന്ത് കോഴ്സിൽ നമുക്ക് ഫീസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ 1.5 lakh ആണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം സെറ്റിൽമെൻറ്റ്, അതായത് 1 ടൈം സെറ്റിൽമെൻറ്റ് നടത്തുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1.26 lakh പ്ലസ് നമ്മൾ ഫുമിഗേഷനിൽ കൊടുക്കുന്ന 15,000 അങ്ങനെ ഏകദേശം ഒരു 1.41 ഒരു 1,41,000 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഒരു അപ്ഫ്രണ്ട് ആയിട്ട് 1 ടൈം സെറ്റിൽമെൻറ്റ് നടത്തുകയാണ് വെച്ചാൽ. പിന്നെ PAP കാണിച്ചെങ്കിൽ ഏകദേശം 2 lakh എബോവ് വരും 1 ടൈം സെറ്റിൽമെൻറ്റ് ആണെന്ന് വെച്ചാൽ. അതായത് ജോലി കിട്ടിയിട്ട് ഫസ്റ്റ് ടൈം അടക്കുകയാണെന്ന് വെച്ചാൽ അത്ര വരും. പിന്നെ ജോലി കിട്ടിയിട്ട് ഗഡുഗഡായി അടക്കുകയാണെന്ന് വെച്ചാൽ 3 lakh ആണ് വരിക PAP കാർക്ക്. പിന്നെ വേറെ കുറേ EMI ഓപ്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. അതൊക്കെ ഓരോ ബാങ്ക്സിൻ്റെ EMI എങ്ങാണ്ട് വരും, നോ കോസ്റ്റ് EMI വരുന്നുണ്ട്, അല്ലെങ്കിൽ EMI ഇൻട്രസ്റ്റോട് കൂടി വരുന്ന EMI അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ 7 മന്ത് കോഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആൾറെഡി 7 മന്ത് കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇവിടെ 1 ഇയർ കോഴ്സുകളും ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് മെഷീൻ ലേണിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ 1 ഇയർ കോഴ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇനി ഇപ്പോൾ പ്രോട്ടോടൈപ്പിൽ 7 മന്ത് കോഴ്സൊക്കെ പാടെ ഒഴിവാക്കി എല്ലാ കോഴ്സും റീസ്ട്രക്ചർ ചെയ്ത് എല്ലാ കോഴ്സും ഇപ്പോൾ 1 ഇയർ കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് 7 മന്ത് കോഴ്സ്, ഈ 1 ഇയർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് 7 മന്ത് കോഴ്സിൽ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാം. Next.js, മൈക്രോ സർവീസ് അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു പുതിയ ടെക്നോളജി നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. അതിനവർ റിവ്യൂ നടത്തും, അതിന് എക്സ്ട്രാ വീക്ക് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 1 ഇയർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 1 ഇയർ കോഴ്സിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി 7 മന്ത് കോഴ്സ് എടുത്ത ആൾക്കാർക്ക് 1 ഇയർ കോഴ്സിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനോട് ഡിസ്കൗണ്ട്സൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ഫീസ് ഏറെ കൊടുത്താൽ മതി.
അത് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് 1 ഇയർ കോഴ്സിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇനി നമ്മൾ പുതുതായി ജോയിൻ ചെയ്യുന്നവർ, അതുപോലെ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് അറിഞ്ഞവർ ഇനിയൊക്കെ കേൾക്കാൻ പോകുന്നത് 1 ഇയർ കോഴ്സിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഈ 1 ഇയർ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ ഫീസ്, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പോകാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ 7 മന്ത് കോഴ്സിനോട്ട് ഏകദേശം സിമിലറാണ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ. അതായത് ബേസിക് കാര്യങ്ങൾ, പിന്നെ ഫസ്റ്റ് പ്രൊജക്റ്റ്, സെക്കൻഡ് പ്രൊജക്റ്റ്. പിന്നെ 7 മന്ത് കോഴ്സിൽ ഇല്ലാത്തൊരു കാര്യം ഇതിലുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഇവർ എക്സ്ട്രാ ആഡ് ആക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് എക്സ്ട്രാ ആഡ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മളെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ നല്ല രീതിക്ക് തന്നെ സഹായിക്കും. ഒരു നല്ലൊരു അടിപൊളി പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ സർവീസ്, അതുപോലെ നെക്സ്റ്റ് ജെഎസ്, കൂബർനെറ്റ്സ്, അങ്ങനത്തെ പുതിയ പുതിയ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 1 ഇയർ കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കാം. അപ്പോൾ ഇവർ ഈ 1 ഇയർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇവരുടെ ആവറേജ് സാലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 1 ഇയർ കോഴ്സോട് കൂടി ഒരു പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ആവറേജ് സാലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു 1 ഇയർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ടൂൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു AI യുഗമാണ്. AI ഉപയോഗിക്കാത്തൊരു ഡെവലപ്പേഴ്സും ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം പറയുന്നത്. അപ്പോൾ ഈ AI ടൂൾസിനെ കുറിച്ചൊക്കെ പഠിക്കുക, AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാൻ പഠിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പ് ഇത് ചിലപ്പോൾ ഈ വീഡിയോ മിക്കവാറും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ 6th വീക്കും മേ ബി 7th വീക്കും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഈ പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഫീസിനെ കുറിച്ചൊക്കെ പിന്നെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടുന്ന് നേരെ റെഫർ ചെയ്യാവുന്നതാണ് നിങ്ങളെ. അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയത് ആ 1 ഇയർ കോഴ്സിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 1 ഇയർ കോഴ്സിലുള്ളത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇനി ഫീസിനെ കുറിച്ചും അതുപോലെ ഈ ഫീസിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയാനാണെന്ന് വെച്ചാൽ ഫീസ് ഏകദേശം അവർ പറയുന്നത് 3.5 ലാക്കാണ് ഫീസ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇനി എങ്ങനെയൊക്കെയാണ് അടക്കാൻ പറ്റുക, ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മീൻസ് മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമ്പറിൽ. ഞാൻ ആ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ റിപ്ലൈ നൽകും. ഇനി ഞാൻ പ്രോട്ടോടൈപ്പിൽ പോയിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ട് ഫീസിനെ കുറിച്ചും അതുപോലെ ഈ പുതിയ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചിട്ട്, അതുപോലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികളെ കൂടുതലൊക്കെ അന്വേഷിച്ചിട്ട് അവരുടെ ഫുമിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൽ പറഞ്ഞുതരാം. അപ്പോൾ ആർക്ക് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടി എന്നോട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നേരെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫീസ് ഞാൻ പറഞ്ഞത് 3.5 ലാക്കാണ് ഫീസ്. പിന്നെ അവർ PAP എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു 7 മന്ത് കോഴ്സിലും അതുപോലെ പ്രീവിയസ് ഉണ്ടായിരുന്ന 1 ഇയർ കോഴ്സിലൊക്കെ. PAP പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്. അതായത് നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം മാത്രം പൈസ അടച്ചാൽ മതി എന്നുള്ളൊരു സ്കീം അവിടെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ടുണ്ട്, അത് ഇനി ഇല്ല. PAP അവിടെ ഇല്ല. അവർക്ക് തന്നെ അത് നഷ്ടമായി വരുന്നതാണ്. PAP കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു സ്കീം തന്നെ പാടെ ഒഴിവാക്കിയിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് 1 ഇയർ കോഴ്സിലുള്ളത്. മെയിനായിട്ട് പറയാനാണെന്ന് വെച്ചെങ്കിൽ AI ടൂൾസ് ഇൻ ഇൻട്രൊഡക്ഷൻ, ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ്, പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സ്ട്രാ ആയിട്ട് പുതിയ ടെക്നോളജീസ് നമുക്ക് ഈ ഒരു കോഴ്സിലോട്ട് ആഡ് ആക്കാം. പിന്നെ പറയാനുള്ളത് ഫീസ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. പിന്നെ PAP ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 1 ഇയർ കോഴ്സിൽ ഉള്ളത്. പിന്നെ 1 ഇയർ കോഴ്സിനെ കുറിച്ച് പിന്നെയും പറയാനുള്ളത് മെൻറ്റേഴ്സ് ഉണ്ടാവും. ഇത്രയും കാലം പ്രോട്ടോടൈപ്പ് നീങ്ങിക്കൊണ്ടിരുന്നത് തന്നെ നമ്മൾ സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. സെൽഫ് ലേണിംഗ് തന്നെയാണ് ഈ 1 ഇയർ കോഴ്സ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി മെൻറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും എന്നാണ് പ്രോട്ടോടൈപ്പ് അവകാശപ്പെടുന്നത്. ഈ ഒരു 1 ഇയർ കോഴ്സിൽ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൂടുതലുണ്ടാവും. അങ്ങനത്തെ കുറേ പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു 1 ഇയർ കോഴ്സിൽ ആഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഇത് 1 ഇയർ കോഴ്സ് ഇനിയും കഴിഞ്ഞിട്ടില്ല, ഫുള്ളായി റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അവർ പിന്നെയും പുതിയ കാര്യങ്ങൾ ആഡ് ആക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ നമ്പറുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഞാനിവിടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നില്ല, താഴെ ഡിസ്ക്രിപ്ഷനിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഈ പ്രോട്ടോടൈപ്പ് എന്താണെന്നൊന്നും അറിയാതെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീക്കിനെ കുറിച്ച് ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനുള്ളത്. ഇനി കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഈ വീഡിയോ ഇനി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡായി വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി വലിയൊരു കമ്മ്യൂണിറ്റി ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതായത് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഓരോരുത്തർ ചോദിക്കുന്ന ഡൗട്ടിന് നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾ
ചോദിക്കുന്ന ഡൗട്ടിൽ ഇങ്ങോട്ടും ഹെൽപ്പ് കിട്ടും. അങ്ങനെ എന്തുവിധ കാര്യങ്ങളും, അതായത് ടെക്നിക്കൽ സപ്പോർട്ട് എന്തുവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഒരു കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റി ഭാവിയിൽ നല്ല രീതിക്ക് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്ക് യു.